ഇന്നൊരു സൺഡേ വ്ളോഗാണ്. നമ്മളെല്ലാവരും കൂടി മാടായിക്കാവിലേക്ക് പോകാമെന്ന്. ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരമാണ് നമ്മളെ വീട്ടിൽ നിന്ന് മാടായിക്കാവിലേക്ക് ഉള്ളത്. ഗൗരി ഈ ഡ്രസ്സ് ഇടൂലെന്നുകൊണ്ട് കുറേ കരഞ്ഞതാ. അപ്പോൾ അവസാനം നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തുകൊണ്ട് ഗൗരിക്കുള്ള മൂടോ. അപ്പോൾ അത് എന്ത് രസമുണ്ടല്ലേ ഈ ഡ്രസ്സ് ശരിക്കും. അതിന് പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലേ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടേണ്ടത്. നമ്മളിപ്പോൾ ചെറുകുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു 10-15 മിനിറ്റ് സമയത്തിനുള്ള നമ്മൾ അടുത്തേക്ക് എത്തും. ശരിക്കും 10:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ചോദിച്ചത്. ഇറങ്ങുമ്പോൾ 1 മണിക്കൂർ ലേറ്റായി. 11:30 ഇറങ്ങിയത്. 12:30-1 മണി ആ സമയത്തിനുള്ളതാണ് പൂജ എന്നാണ് വിചാരിക്കുന്നുള്ളത്. എനിക്ക് ശരിക്കും അങ്ങ് ഓർമ്മയില്ല. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. നമ്മളിവിടെ എത്തുമ്പോഴേക്കും പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തുന്നതും പൂജ കഴിയുന്നതും ഒന്നിച്ചായിരുന്നു. പിന്നെ പക്ഷേ അകത്തേക്ക് കയറിയിട്ട് തൊഴാനെല്ലാം പറ്റി. പിന്നെ പ്രസാദം കിട്ടി. അങ്ങനെ അതിനൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ പൂജേൻ്റെ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂപ്പൺ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ അന്നദാനമെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച് അവിടെ ഇരുന്നതാണ്. പിന്നെ ഗൗരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ടോയ്സിൻ്റെ കട കണ്ടിട്ടാകുമ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ വരണോ? ഞാൻ വരുന്നില്ല. നിങ്ങൾ രണ്ടാളും പോയിട്ട് എന്താ വെച്ചാൽ കാണിച്ചിട്ട് വാ. നോക്കട്ടെ എന്തിനും എന്തോ ഇത്. വീടിന് തന്നെ തുടങ്ങിയോ? വീടിന് തന്നെ തുടങ്ങിയോ? ഗൗരി ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഈ ഡ്രസ്സ് ഇട്ടത്. അവൾക്ക് വേറെ ഡ്രസ്സായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ടോയ്സ് വാങ്ങിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ കയ്യും വീശി പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. വെറുതെ ആണ് കേട്ടോ. എപ്പോൾ ആണെങ്കിലും ഗൗരിക്ക് എന്തെങ്കിലും വേണം. എന്ത് വഴത് എനിക്കറിയില്ല. സമാധാനമായോ? മെല്ലെ. മറ്റേ ചെറുപയറാ? ആ ഇതാണ് കേട്ടോ പ്രസാദം. ചെറുപയറും ചിക്കനും ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രസാദം. നേരെ ഇതാടാ മറ്റേ പായസം, നെയ്പായസം. ഇങ്ങോട്ട് വാ, എനിക്ക് എത്തൂല. ചിക്കനും ഉണ്ട്, തേങ്ങാക്കൊത്തും ഉണ്ട്, ചെറുപയറും ഉണ്ട് കേട്ടോ. അത് നല്ല കുരുമുളകും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേണ്ട. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രസാദത്തിലൊന്ന്. ഒരു വേറെ തന്നെ ടേസ്റ്റാണിത്. ഇതാകെ പൂജ എത്തുന്നു അല്ലേ? ഈ ക്യാമറ എന്തിനാ കഴുത്തിൽ തൂക്കിയത്? ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഗൗരി എടുത്തിനാ? അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ പറഞ്ഞിട്ടുള്ളൂ? പുറത്തെടുക്കായിരുന്നില്ലേ? പായസം വേണോ? ഇത് അതിന്റെ ഒന്നിച്ചുണ്ടായ വേറെ പ്രസാദമാണ്. സാധാരണ നമ്മളെ പായസം. വീട്ടിൽ നിന്നുണ്ടാവില്ല. വേണ്ടേ? ഈ ഇല തന്നെയല്ലേ നമ്മൾ കുറുക്കോട്ടി ഇല എന്ന് പറയുന്നത്? നിങ്ങൾ എന്താ പറയല്? ഉണ്ടോ? നമ്മൾ കുറുക്കോട്ടി എന്നാ പറയല്. ഇതന്നെ ഈ ഇല കുറുക്കോട്ടി. ഇതില്ലേ ഇതിന്റെ ഇലയില്ലേ പണ്ട് ഇതിന്റെ ചെറിയ ഇല വെച്ചിട്ട് ഇലയുടെ അടിയിൽ ഒരു പശ പോലത്തെ സാധനം ഉണ്ടാവും. അത് വെച്ചിട്ട് കുറി ഉണ്ടാവൂലേ, പൊട്ട്, സ്റ്റിക്കർ പൊട്ട്. അതിന്റെ പശ പോയിട്ട് വെച്ചുമ്പോൾ ആ ഒട്ടിക്കാൻ വേണ്ടി എടുക്കും. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പുറം മാടായിപ്പാറേൻ്റെ നടുക്കായിട്ട് വടുകുന്ത ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു തടാകം ഉണ്ടല്ലോ, മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് ഗൗരീനെ അതെല്ലാം ഒന്ന് കാണിച്ചിട്ടും കൂടി തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ ആഴമില്ലാന്ന് തോന്നുന്നു അങ്ങ് പശു കിടന്നിടത്തം വരെ അല്ലേ? ഇറങ്ങണ്ട എനിക്ക് പേടിയാ. നമുക്ക് അറിയാത്തടത്തെല്ലാം പിന്നെ
പിന്നെ നമ്മൾ അറിയാത്ത സ്ഥലത്തെല്ലാം പോയിട്ട് വരുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. എത്ര ആഴമുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ. എവിടെ പോന്നെ? ആ രണ്ടാളും കൂടി അതിൻ്റെ മുകളിൽ കയറിക്കാൻ വേണ്ടിട്ട് പോതാ. അത് എണീക്കുന്നത്. പേടിക്കണ്ട. പശു പിടിച്ചിട്ട് ഗൗരി ഓടാ കളിക്കുന്നുണ്ട്. മെല്ലെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. അത് കണ്ട ആ സൈഡിലെല്ലാം ഉണ്ട് പശു വെള്ളത്തിലിറങ്ങി കിടക്കുന്നത്. നല്ല ചൂടല്ലേ, കുറേ ഉണ്ട് കേട്ടോ. ഗാർഡനിലും ഉണ്ട്. ചൂടല്ലേ, ചൂടിന് നല്ല സുഖം ഉണ്ടാവും. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഒരു ശിവക്ഷേത്രമാണ്. വാടായിപ്പാറേൻ്റെ നടുക്കായിട്ട് ചുറ്റും പാറയാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് വന്നിട്ടാ. ഈ നട്ടപ്പൊരു വെയിലത്ത് ഞങ്ങൾ എന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോകാന്ന് കേട്ടോ. നല്ല വെയിലാണ്. അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. തലവേദന എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ. വൈകുന്നേരമല്ലാന്നെങ്കിൽ കുറേ നേരം ഇവിടെ ഇരുന്ന് കാറ്റെല്ലാം കൊണ്ട് പോകായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് പാറേൻ്റെ നടുക്കും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒടുക്കത്തെ ചൂടായിരുന്നു. ഇടയ്ക്ക് വീശുന്ന ചെറിയൊരു തണുത്ത കാറ്റ് മാത്രമായിരുന്നു ഏക ആശ്വാസം. നമ്മൾ പിന്നെ അധികം നിന്നിട്ടില്ല. ഗൗരിയും കൂടി ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരണമെങ്കിൽ ബെസ്റ്റ് ടൈം വൈകുന്നേരം തന്നെയാണ്. വൈകുന്നേരം ഒരു പ്രത്യേക വൈബാണ് ഇടുക. ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. ഞായറാഴ്ചയിലാണെങ്കിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.